എന്റെ ദൈവം ഇതിനകത്ത് ഒളിപ്പിച്ച് ഇവനൊക്കെ എന്നെ തന്നെ ഒളിക്കൂല. ക്യാമറ കട്ട്. ഇതെന്താ അണ്ടർവെയറിന്റെ പരസ്യോ? അതെ, ഒരെണ്ണം എടുക്കുമ്പോ 2 എണ്ണം ഫ്രീ. ഓ എന്റെ ദൈവമേ, ഒന്നാമതേ തല്ലുകൊണ്ട്. സ്വാമി ഇവിടെ നിന്നിരുന്നോ? സ്വാമിയുടെ മുണ്ടാരും പറിച്ചോണ്ട് പോകത്തില്ല കേട്ടോ, ധൈര്യമായിട്ടിരുന്നോ. അങ്ങനെ നമ്മുടെ വിപ്ലവഗാന റൗണ്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് അക്ഷര റൗണ്ട്. അക്ഷര റൗണ്ടിൽ ഞാനിവിടെ പറയുന്ന ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ചിട്ട് ആ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പാട്ടുകളാണ് ഓരോ ടീം അംഗങ്ങളും പാടേണ്ടത്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ ആദ്യം ആരാണ് കൈവെക്കുന്നു ആ വ്യക്തിയോട് ആയിരിക്കും ആദ്യം ചോദിക്കാൻ പോകുന്നത്. റെഡി 1, 2, 3. ഓക്കെ, അവിടെ പൊക്കി കഴിഞ്ഞു, സി പൊക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ സിയോടാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അക്ഷര റൗണ്ടിൽ ടീം സിയോട് ചോദിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ളൊരു അക്ഷരമാണ്. ഹളിവീടുറങ്ങിയല്ലോ. എന്താ ഹളിവീട്? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, പാടാലോ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനെങ്കാത്മാവ് കോവുന്നല്ലോ. ആഹാ, വളരെ മനോഹരമായ ടീം സി കെ 75 പോയിന്റ്. 75 എന്ന് പറഞ്ഞാൽ എത്രയാ? എടാ 55. ഇവിടെ അറിയാൻ വേണമെങ്കിൽ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ എത്രയാ? 37. 75 മാർക്ക്, 37 മാർക്ക്. അങ്ങനെ നമ്മുടെ അക്ഷര റൗണ്ടിയുടെ പൂർണ്ണമായിരിക്കും. അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് രാഷ്ട്രീയത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പൊളിറ്റിക്കൽ റൗണ്ട്. പൊളിറ്റിക്കൽ റൗണ്ടിന്റെ പ്രത്യേകത, നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ പ്രശസ്തരായിട്ടുള്ള 3 രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ ഞാൻ ഈ വേദിയിൽ പറയും. ആ പേരുകളുമായിട്ട് ബന്ധമുള്ള ആ പേരുകളിൽ തുടങ്ങുന്ന പാട്ടുകളാണ് ഓരോ ടീം അംഗങ്ങളും പാടേണ്ടത്. ആദ്യമായിട്ട് ടീം എക്കുള്ള രാഷ്ട്രീയ നേതാവിന്റെ പേര് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ. കെ കരുണാകരകാന കടലിന് മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തന്നെ ലീണം പാടിവാ. വരും സമാധാനിക്കും. മുണ്ടഴിക്കണ്ട. അടുത്തായിട്ട് ടീം ബിയുടെ ചാൻസ് ആണ്. പൊളിറ്റിക്കൽ റൗണ്ടിൽ താങ്കൾക്ക് തരാൻ പോകുന്ന രാഷ്ട്രീയ നേതാവിന്റെ പേര് ശ്രീ കെ എം മാണി. KM മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിൽ വിരിഞ്ഞവനെ, പാടുകില്ലേ വീണ നീട്ടുകില്ലേ, എന്റെ വേദന എന്നോട്. നീ പാട്ടുപാടി ബാക്കിയുള്ളവന് വേദന ഉണ്ടാക്കാൻ മോനെ, മാറി നിൽക്കി. അടുത്തായിട്ട് ടീം സിയുടെ മുഖത്ത് എന്താ പാലുണ്ടിയാണോ? അല്ലല്ല, ദിവ്യ ഉണ്ണിയാ. ചോദിക്കാൻ പോയത് അബദ്ധമായി. ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ പൊളിറ്റിക്കൽ റൗണ്ടിൽ താങ്കൾക്ക് തരാൻ പോകുന്ന രാഷ്ട്രീയ നേതാവിന്റെ പേര് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഇ കെ നയനാർ. നയനാരോ അരിയാരോ അച്ഛന്റെ മോനാരോ അമ്മക്ക് നീ തകല്ലേ ആയിരവല്ലി പൂവല്ലേ നയനാരോ. ഉറങ്ങി ഇനി കൂടുതൽ ഉറക്കണ്ട. എല്ലാരും ഉറങ്ങി. സ്വാമി ഉറങ്ങല്ലേ, എഴുന്നേക്ക്. എന്റെ ദൈവം, ഇതിന് ആണ്ട പോകുന്ന ഉറക്കപ്പിച്ച് ഇങ്ങോട്ട് വാ. ആശ്രമം തപ്പി പോയാന്ന് തോന്നുന്നു. അവിടെ ഇരിക്കുക എന്റെ പൊന്ന സ്വാമി, തല്ലു വിളിക്കാൻ. അങ്ങനെ നമ്മുടെ പൊളിറ്റിക്കൽ റൗണ്ടിലൂടെ പൂർണ്ണമായിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ് വളരെയധികം രസകരമായ ആക്ഷൻ റൗണ്ട്. ആക്ഷൻ റൗണ്ടിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന ഓരോ ആക്ഷൻ ശ്രദ്ധിച്ചിട്ട് ആക്ഷന് ചേരുന്ന പാട്ട് ഇവിടെ. ഇതെന്താ ദിനോസറോ? ഇവിടെ വന്നിക്കടാ. ഇപ്പൊ ക്യാമറ ഇടിച്ചു വിളിച്ച് അപ്പുറത്തോട് പോയാനല്ലോ. ആക്ഷൻ കാണിക്കാൻ പറഞ്ഞു. ആക്ഷൻ ഞാൻ കാണിച്ചോളൂ, ഇയാള് കാണിക്കണ്ട. ഞാനിവിടെ കാണിക്കുന്ന ഓരോ ആക്ഷനും ശ്രദ്ധിച്ചിട്ട് ആക്ഷന് ചേരുന്ന പാട്ടുകളാണ് ഓരോ ടീം അംഗങ്ങളും പാടേണ്ടത്. ആദ്യമായിട്ട് ടീം എയുടെ ചാൻസ് ആണ്. ടീം എക്കുള്ള ആക്ഷൻ ശ്രദ്ധിച്ചോളൂ. ഈ ആക്ഷൻ ആണോ? അല്ലെന്നേ, പിന്നെ ഒരു കസര വേണമല്ലോ. കസരിൽ എവിടെ ഇരിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറയൂ. സ്വാമി കൈയല്ല, കസര എഴുന്നേറ്റ് പോ. കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങട്ടെ. അവിടെ ഇങ്ങനെ മാറി പോ. പാടിക്കോളൂ. ഈ ഇരിപ്പ് കണ്ടിട്ട് ഈ ഇരിപ്പിന് ചേരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടും. ഇതിന് പറ്റിയ പാടിക്കോളൂ. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ? ഇരുമട്ടേ പാടാൻ പറ്റുള്ളൂ. നിനക്ക് മാർക്ക് തരാൻ കേട്ടോ. സ്വാമി ഇരുന്നു, സ്വാമിക്ക് ചേരുള്ളൂ, കുഴപ്പമില്ല. അവിടെ ഇരുന്നു കേട്ടോ. ടീം ബിയുടെ ചാൻസ് ആണ്. പാടൂ. ഈ ആക്ഷൻ കണ്ടിട്ട് ഈ ആക്ഷന് ചേരുന്ന ഒരു പാട്ട് പാടൂ. ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ. ബ്രിട്ടാനി അവതരിപ്പിക്കുന്ന ജയ് ഹനുമാൻ. അവൻ ഇത്ര നേരം കൊടുത്ത മാർക്ക് മുഴുവൻ കട്ട് ചെയ്ത് കേട്ടോ. അഹങ്കാരി അവന് കൊടുക്കണ്ട. പേപ്പറെ കയറി കളഞ്ഞേര്. ടീം സിയുടെ ചാൻസ് ആണ്. പാടൂ. ഈ ആക്ഷൻ കണ്ടിട്ട് ഈ ആക്ഷന് ചേരുന്ന പാട്ട് പാടൂ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ
ഇവനാണ് ഭ്രാന്തൻ. അങ്ങനെ നമ്മുടെ 7 റൗണ്ടുകൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നിനക്കൊക്കെ പോയിന്റ് തരാം, അങ്ങോട്ട് പുറകോട്ട് വാ. നമ്മുടെ ഏറ്റവും അവസാനത്തെ സ്കോർ പറയുന്നതിന് വേണ്ടി സംഗീതത്തിന്റെ തമ്പുരാൻ, സംഗീതത്തിന്റെ ആചാര്യൻ, സംഗീതം മരക്കി കലിച്ച് കുടിച്ച് ഗ്രോഷ്മ ഭാഗങ്ങളിൽ കൂടി ഉദ്ഘാടനം ചെയ്ത് നടക്കുന്ന സ്വാമി നടക്കുമ്പോൾ കിട്ടുകിട്ട് ആനന്ദ കൈയൊഴിച്ച് മാറ്റി. സ്പീച്ചിക്കൊള്ളൂ. സത്യത്തിൽ എന്താണ് ഇവിടെ നടന്നത്? ഇതാണോ സംഗീത സംഗമം? ഇല്ലേ? ടീം എ ഇവിടെ പാടി. ലയമുണ്ടോ? മയമില്ലേ? ടീം ബി ഇവിടെ പാടി. രാഗമുണ്ടോ? അമ്മടി. ടീം സി ഇവിടെ പാടി. താളമുണ്ടോ? തലക്കോളമില്ലേ? ഒരു മാന്യ വ്യക്തി ഇവിടെ ചില പരിപാടികൾ അവതരിപ്പിച്ചു. അവന് ബോധമുണ്ടോ? സംഗീതം എന്ന് പറയുന്നത് ഒരു വലിയ മഹാസാഗരമാണ് മക്കളെ. ഈ സാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി അടിത്തട്ടിൽ നിന്നും ചിപ്പിയും മുത്തുച്ചിപ്പികളും പവിഴങ്ങളും മത്തിയും സ്രാവും ഒക്കെ വാരിക്കോരി എടുക്കുന്ന ഒരു വലിയ കലാകാരനാണ് ഞാൻ. മുക്കോനാണല്ലേ? ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്നാ നിങ്ങളാകട്ടെ അതിന്റെ തീരങ്ങളിൽ നിന്നും ചിപ്പികളൊക്കെ പറക്കിയെടുക്കുന്ന കൊച്ചു പിള്ളേരാണ്. വള്ളത്തി നിങ്ങളുടെ ഒരു അറിവിനായിട്ട് ഞാനൊരു കീർത്തനം ഇവിടെ ആലപിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളണം. പോയ പോക്ക് കണ്ടോ? കുർബാന 10 രൂപ ഉണ്ട്. വല്ല കടുക്കോളം കുടിച്ച് വീട്ടിൽ പോയി തുവാട്ടെ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നത്.